പ്രിയമുള്ള സുഹൃത്തെ, ജനുവരി 9 നടന്ന സംവാദത്തിൻ്റെ അലയൊലികൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അത് ഇസ്ലാമിക ലോകത്ത് വരുത്തിവെച്ച ഉത്കണ്ഠയും ഭയവും നിരാശയും ഒക്കെ നിരന്തരം യുക്തിവാദികളെ ബള്ള് പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാരുടെ ഒരു പരമ്പര തന്നെ യൂട്യൂബിൽ അണിനിരന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരാളാണ് അലിയാർ ഉസ്താദ്. ഈ മഹാനെ നമ്മുടെ ഷാരോൺ വെല്ലുവിളിച്ചിട്ടുണ്ട്. പണ്ഡിത ശിരോമണിയായ ഇദ്ദേഹം ആ വെല്ലുവിളി ഇതുവരെ ഏറ്റെടുത്തതായിട്ട് എനിക്ക് അറിവില്ല. കൊച്ചു പയ്യനാണ് ഷാരോൺ. ഷാരോണെ കണ്ട് പേടിച്ച് അലിയാർ ഉസ്താദ് ഏത് ഹിറ ഗുഹയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മളിപ്പോൾ. ഞാനും ഒന്ന് പറയുകയാണ്, അലിയാർ ഉസ്താദെ, ദയവ് ചെയ്ത് ഈ ഗീർവാണമൊക്കെ ക്യാമറയുടെ മുമ്പിൽ മാത്രം ഇരുന്ന് തട്ടിവിടാതെ തള്ളിവിടാതെ ഷാരോണുമായി ഒന്ന് സംസാരിക്കാൻ ഒന്ന് തയ്യാറാണ്. ഇനി നേരിട്ടുള്ള സംവാദത്തിന് എനിക്ക് പറ്റുകയില്ല. കാര്യം ആരോഗ്യം, ഓർമ്മക്കുറവ്, മറ്റ് പല പ്രശ്നങ്ങൾ. യൂട്യൂബ് സംവാദത്തിന് ഞാനും തയ്യാറാണ് അലിയാർ ഉസ്താദുമായി. അതാകുമ്പം അലിയാർ ഉസ്താദിന് വീട്ടിലിരുന്നും എനിക്ക് എൻ്റെ വീട്ടിലിരുന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താമല്ലോ. എന്തായാലും അലിയാർ ഉസ്താദിനെയും ഉസ്താദന്മാരെയും പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. മിക്കയിൽ ഡി സാർവൻഡ്ര എന്ന നോവലിസ്റ്റ് 1605 എഴുതിയ ഒരു കഥാപാത്രം, ഡോൺ കിക്സോട്ട് എന്നാണ്. ചിവാർഡിക് റൊമാൻസസ് എന്ന് പറയുന്ന ധീരകൃത്യങ്ങളെ അന്വേഷിച്ചു പോകുന്ന ഒരാളാണ് ഈ ഡോൺ കിക്സോട്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ എങ്ങാട്ട് പഠിച്ച ഓർമ്മയാണ്. ഇദ്ദേഹം ഈ യോദ്ധാക്കളുടെ കഥകളൊക്കെ പഠിച്ച് അതിൽ അഭിരമിച്ച് തൻ്റെ മനസ്സ് പതറിവിടുന്നു. അദ്ദേഹം അതിൽ അങ്ങേയറ്റം ലയിച്ചു പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് ഡോൺ കിക്സോട്ട് തൻ്റെ വായനയിലൂടെ തന്നെ പറിച്ചു നടന്നു എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഒരു നൈറ്റായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട്, ധീരയോദ്ധാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ധീരകൃത്യങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. സാങ്കോ പെൻസ എന്നൊരു കൂട്ടാളിയെയും അദ്ദേഹം. അപ്പം കുറേ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ലോകത്തെ മറന്നുകൊണ്ടുള്ള ധീരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു യോദ്ധാവായി ഡോൺ കിക്സോട്ട്. അയാളുടെ ബുദ്ധിയും ആ പുസ്തകവുമാണ് ഇവിടെ വില്ലനെങ്കിൽ പിന്നീടെല്ലാം കാട്ടിക്കൂട്ടുന്നതൊക്കെ പരമ തമാശകളും അബദ്ധങ്ങളൊക്കെയാണ്. ഒരെണ്ണം മാത്രം ഞാൻ പറയാം, ഒരുപാട് പറയാണ്ട് വഴിയെ പിന്നീട് ഇത് പറയാം. അദ്ദേഹം ഒരു വാള് അന്വേഷിച്ച് കണ്ടെത്തുന്നു. തൻ്റെ പിതാമഹന്മാർ ഉപയോഗിച്ചൊരു തുരുമ്പിച്ച വാളെടുത്ത് വൃത്തിയാക്കി. പിന്നെ യോദ്ധാവാണെങ്കിൽ തൊപ്പി വേണമല്ലോ അന്നത്തെ കണക്കിന്. ഇന്നത്തെ ഉസ്താദന്മാർക്കും തൊപ്പിയുണ്ട്. ഒരു തൊപ്പി ഉണ്ടാക്കി, മരം കൊണ്ടൊക്കെ നന്നായിട്ട് തൊപ്പി ഉണ്ടാക്കിയിട്ട് ഇതിന് ബലമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വാളെടുത്ത് ആ തൊപ്പിയിൽ ആഞ്ഞു വിട്ടു. എന്ത് പറ്റുമെന്ന് പറയാനില്ലല്ലോ. പിന്നീട് തൊപ്പി ഉണ്ടാക്കിക്കൊണ്ട് ആ തൊപ്പിയിൽ തൻ്റെ നൈറ്റ്ഹുഡ്, ധീരകൃത്യം കാണിക്കുന്നില്ല. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പാഠം ഉൾക്കൊള്ളുന്ന ഡോൺ കിക്സോട്ടെങ്കിൽ അഭിനവ ഡോൺ കിക്സോട്ടന്മാരാണ് ഈ ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളൊക്കെ തന്നെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കാസിമി, മുത്തേടം, റഹ്മത്തുള്ള, അത് കഴിഞ്ഞാൽ പിന്നെ സിംസാറുൽ ഹഖ്, ഇവരൊക്കെ ഏതോ ഒരു ലോകത്ത്, അതായത് ഈ ചിവാൾഡ്രിക് റൊമാൻസസ്, അതിന് പകരമായി ഇവിടെ വരുന്നത് ഖുർആനാണ്. ഇത് വായിച്ചുകൊണ്ട് ജീവിക്കുന്ന ലോകത്തെ മറന്ന് മറ്റൊരു സങ്കല്പ ലോകത്ത് വിരാജിക്കുന്നവരാണ് ഈ പ്രബുദ്ധികളൊക്കെ തന്നെ. അതിൽ അഗ്രഗണ്യനായ ഒരു ഉസ്താദാണ് നമ്മുടെ അലിയാർ ഉസ്താദ്. അതുകൊണ്ട്
അലിയാർ ഉസ്താദിനെ ചെറുതായി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇദ്ദേഹം ഒരു സുഡായിപ്പ് ഉസ്താദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഇദ്ദേഹത്തിൻ്റെ സംസാരവും നിന്ന് ഞാൻ ഊഹിക്കുന്നത്. ശരിയാകണമെന്നില്ല, കാരണം അത്രത്തോളം തീവ്രവാദ നിലപാടാണ് അദ്ദേഹം സംസാരത്തിലുടനീളം തുടരുന്നത്. യുക്തിവാദികളോട് അടങ്ങാത്ത പകയാണ് ഇദ്ദേഹത്തെ. എന്തെല്ലാം വാക്കുപയോഗിച്ച് ഒരു പരസ്യ പ്രസ്താവന നടത്താൻ ഒക്കുമോ അതൊക്കെ ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക്. നാണം കെട്ട വർഗം എന്നാണ് യുക്തിവാദികളെക്കുറിച്ച്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ്, ആ ഉള്ളിലെ വേവലാതി, വെപ്രാളം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നിന്റെയൊക്കെ അന്ത്യം കുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഈ വർത്തമാനം നോക്കൂ. യുക്തിവാദികളുടെ അന്ത്യം കുറിക്കാൻ, അതായത് ആശയ അന്ത്യം കുറിക്കാൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിലും താഴെത്തട്ടിലുള്ള അണികൾക്കും ഇയാളുടെ ഉപബോധ മനസ്സിലും യുക്തിവാദികളുടെ അന്ത്യം കുറിക്കണമെന്നുണ്ട്. പാകിസ്ഥാനോ ബംഗ്ലാദേശോ സൗദിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവര് ഞങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കില്ല, മൃഗത്തിനെ കൊല്ലണമെന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു രീതിയാണ് പരസ്യമായി യൂട്യൂബിലൂടെ യുക്തിവാദികളുടെ അന്ത്യം കുറിക്കാൻ ഞങ്ങൾ വടിവെട്ടാൻ പോയിട്ടുണ്ട്. തല്ലിക്കൊല്ലുക എന്നുള്ളത്, വെട്ടിക്കൊല്ലുക എന്നതിന് പകരം ഒന്ന് മയപ്പെടുത്തി. ഞങ്ങൾ വ്യാഖ്യാന കോമരങ്ങളാണ്. ഇത് സ്വയം പുകഴ്ത്തലല്ലേ ഉസ്താദെ? ആരാണ് വ്യാഖ്യാനിക്കുന്നത്? ഖുർആനെ വ്യാഖ്യാനിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കില്ല. ഞാനും ജബ്ബാർ മാഷും ഉൾപ്പെടെയുള്ള ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും എന്തുണ്ടോ അതേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പുസ്തകത്തെ ദുർവ്യാഖ്യാനിച്ച് മോശപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ആർക്കുമില്ല. അതിൽ മോശത്തരമുണ്ടെങ്കിൽ പറയുമ്പോൾ ഞങ്ങളെ ദുർവ്യാഖ്യാതാക്കൾ എന്ന് പറയുന്നതിൻ്റെ ആ മനസ്സിലിരിപ്പുണ്ടല്ലോ, ആ സങ്കടമുണ്ടല്ലോ, അതിൽ അങ്ങേയറ്റം പരിതപിക്കുന്നു, പരിഹസിക്കുന്നു. കളി വേണ്ട ഖുർആനോട്. അലിയാരെ, ഈ കളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. ഖുർആൻ ആയത്തുകൾ ഓതി തുടങ്ങിയ കാലഘട്ടത്തിൽ നബിയോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഇന്നും അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ അടിത്തറ ഇളക്കാൻ പാകത്തിൽ ഇന്നും വ്യത്യസ്തവും വിഭിന്നങ്ങളുമായ മാർഗങ്ങളോടുകൂടി ഒരു ആൽബരം പോലെ പന്തലിച്ച് ഈ അലിയാർ ഉസ്താദ് തന്നെ പറയുന്നു, മുസ്ലിം യുവത മതം വിട്ടു പോകുന്നു എന്ന്. അത്തരത്തിൽ ഖുർആനോട് കളി വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ കളിക്കാനുള്ള അവകാശം അംഗീകരിക്കാനും അനുസരിക്കാനും പ്രചരിപ്പിക്കാനും നിങ്ങൾ കാണിക്കുന്ന വ്യഗ്രത അതേപടി അല്ലെങ്കിൽ തന്നെയും അതിനോട് കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്തുണ്ട്. അതുകൊണ്ട് കളിക്കുകയല്ല, ഞങ്ങൾ ദുർവ്യാഖ്യാനിക്കാതെ അതിൻ്റെ ഉള്ളുകളികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അടിച്ചു കൊല്ലുമെങ്കിലും, നിങ്ങൾ വടിയെടുത്ത് വടിവെട്ടാൻ പോയാലും ഒരു പുതുതലമുറ പൊന്തി വന്നുകൊണ്ടേയിരിക്കും. പലരെയും നിങ്ങൾ കൊന്നിട്ടുണ്ട്. ഇപ്പം കോയമ്പത്തൂർ സുഹൃത്തിനെ കൊണ്ട് ഫറൂഖിനെ കൊന്നു. നിങ്ങൾ എത്ര പേരെ കൊല്ലു? വീണ്ടും വീണ്ടും ഈ ആശയത്തിനെതിരെ തീർച്ചയായിട്ടും ആളുകൾ പൊന്തി വരും. അടിവേരറുത്ത് വെഡ്ഡികളാക്കുന്നതാണ്. അത് നോക്കൂ, അടിവേരറുക്കും. ആ വാൾ ചിഹ്നമുണ്ടല്ലോ, അത് മനസ്സിലകത്ത് പതിഞ്ഞു നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ. അടിവേരറുക്കും, അന്ത്യം കുറിക്കും. ഇനി ഭ്രാന്ത മനസ്ഥിതർ, ഈ ഭ്രാന്താശുപത്രിയിൽ പോയാലേ ഡോക്ടർമാരെ നോക്കി ഭ്രാന്തന്മാർ ഭ്രാന്ത എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ഈ അലിയാർ ഉസ്താദ് ഞങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിപ്പോകുന്നത് എന്നുള്ളത്. പൈശാചിക മനസ്സുള്ളവരാണ് ഞങ്ങൾ. ആരാ പൈശാചിക മനസ്സുള്ളത്? കൃത്യമായി ജബ്ബാർ മാഷ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനാണ് പൈശാചിക മനസ്സുള്ളത്. അള്ളാഹു എന്നുണ്ടെങ്കിൽ ആ സങ്കല്പ കഥാപാത്രത്തിൻ്റെ മനസ്സിലിരിപ്പൊക്കെ തന്നെ പൈശാചികമാണ്. പൈശാചികമെന്ന വാക്കുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ലോകത്തെ സർവ്വ മനുഷ്യരെയും നരകത്തിലിട്ട് വെന്തു പൊരിച്ചെടുക്കുന്ന ഈ ഫ്രൈയർ പൈശാചികത്തിൻ്റെ ഉടമയാകുമ്പോൾ പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെയൊക്കെ വിളിച്ച് ദേഷ്യം തീർക്കല്ലേ എൻ്റെ പൊന്നു ഉസ്താദേ. പിന്നെ അദ്ദേഹം ഈ 24-40 ഒന്ന് മുക്കി പിഴിഞ്ഞ് ഒന്ന് മുക്കിയൊക്കെ വൃത്തിയാക്കി എടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എത്ര ശ്രമിച്ചാലും ആ തുണിയിലെ കറ പോകില്ല. തുണി കളയേണ്ടി വരും കറ പോകണമെങ്കിൽ. അത് ഈ പാവത്തിന് മനസ്സിലാകുകയില്ല. കാര്യം ഡോൺ കിക്സോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. അദ്ദേഹം അലക്കി കുളിപ്പിച്ച് കുട്ടിയെ കൊന്നു എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? തഫ്സീറൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം അക്ബറും ഇവരൊക്കെ പറയുന്നതിനെതിരായി ഇതുവരെ 100 കണക്കിന് ആളുകൾ 24-40 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് ജബ്ബാർ മാഷും യുക്തിവാദികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥമാണ്. നമ്മൾ പറയുന്നതല്ലാന്നേ. നമുക്ക് പറയേണ്ട ഒരു കാര്യവുമില്ല ഇതിനകത്ത്. ഉള്ളത് ഉള്ളപടി ഉള്ളതിൻ്റെ അതേ മട്ടിലും രീതിയിലും വ്യാപ്തിയിലും അർത്ഥത്തിലും പറയുന്നേ ഉള്ളൂ. അതിൽ ബേജാറായത് കൊണ്ടാണ് തഫ്സീറൊക്കെ അവിടെ ഇരിക്കട്ടെ. അതായത് ഇതുവരെ പറഞ്ഞ ആളുകൾ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. വെള്ള പൂശാനായിട്ട് ഞാൻ പറഞ്ഞു കളയാമെന്ന് പറഞ്ഞു പറയുന്നതൊക്കെ പമ്പര വിഡ്ഢിത്തമാണ്, ഭ്രാന്തൻ വർത്തമാനമാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഡോൺ കിക്സോട്ടിനെ പരിതപിക്കാതെ, ഈ ഡോൺ കിക്സോട്ടിനോട് നമുക്ക് സഹതാപം തോന്നുകയാണ് വാസ്തവത്തിൽ. എന്തിനാണ് ഈ പുറപ്പാട്? അഹ്സന് ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാതെ തന്നെ ജബ്ബാർ മാഷ് പറയുന്നത് പോലെ വിശ്വാസിക്കുന്നതൊന്നും കാര്യമില്ല ഉസ്താദെ. അലിയാരെ പോലുള്ള ആളുകൾ ഇതിൽ വിശ്വസിക്കാൻ കാരണം കടലിന് അടിത്തട്ടിൽ ഇരുട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ടെന്നല്ല. ഈ 24-40 തന്നെ 99.9% വിശ്വാസികൾ കേട്ടിട്ടില്ല. കേട്ടിട്ട് അർത്ഥം മനസ്സിലാക്കണമെന്നില്ല, അർത്ഥം മനസ്സിലായാൽ ഉൾക്കൊള്ളണമെന്നില്ല. അതാണ് ഈ ബ്രെയിൻ സെറ്റ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ കുറച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. കുറച്ചൊക്കെ 32 സ്ഥലത്ത് കടലെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ആഴക്കടൽ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തിരമാല ആഴക്കടലിനകത്താണ്. സമർത്ഥ്യം തന്നെ. പക്ഷേ വെളുപ്പിച്ചാൽ അത് വീണ്ടും പാണ്ട് വെളിയിൽ കാണുമെന്ന് മനസ്സിലാകില്ലേ? നിങ്ങൾ ഖുർആനെ വ്യാഖ്യാനിച്ചു മോശമാക്കും. എന്ത് ജൽപ്പനമാണിത്? അതിൻ്റെ കാര്യം എന്താണ്? മോശമാക്കാൻ അത് മോശം തന്നെയാണ്. കറ പുരണ്ടതാണത്. അതിൽ കറ പുരട്ടേണ്ട കാര്യമില്ല ഉസ്താദെ. കാലാകാലങ്ങളായി അന്ന് അബുജഹൽ ചോദിച്ച ചോദ്യം മുതൽ ഇന്നു വരെയുള്ള ഇതിനെതിരെയുള്ള 1000കണക്കിന് 10000കണക്ക് തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ട ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നാറി നിൽക്കുന്ന ഒരു ഗ്രന്ഥത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. വ്യാഖ്യാനിക്കുന്നത് നിങ്ങളാണ്. പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ദുർവ്യാഖ്യാനങ്ങൾ. നിങ്ങൾ ഈ വീഡിയോയിൽ ചെയ്തത് പോലും ദുർവ്യാഖ്യാനമാണ്. അതാണ് നിങ്ങൾ തഫ്സീറൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് ഒരു വലിയ വാക്കാണ് കേട്ടോ. നിസ്സാരമായി തള്ളിക്കളയാനൊക്കാത്ത ഒന്നാണ്. ആ 33 മിനിറ്റത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായ വാക്ക് തഫ്സീറൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. കാരണം അതൊക്കെ പകൽ പോലെ ഖുർആൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നു. അതിനകത്ത് ശാസ്ത്രമില്ല. അതുകൊണ്ടാണ് ഈ അക്ബരെ രക്ഷിക്കാൻ പുത്തൻ കൂറ്റുകാരായി വന്നുകൊണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കാൻ ആ കറ പുരണ്ട ഒന്നിന് മകുടം ചാർത്താനായി വന്നിരിക്കുകയാണ്. ചാർത്തിയാലൊന്നും ഇത് രക്ഷപ്പെടില്ല. കടലിനു മീതെ എന്ന് തന്നെയാണ് എല്ലാവരും അർത്ഥം പറഞ്ഞിട്ടുള്ളത്. കടലിനു മീതെ, കടലിനെ പൊതിയുന്നു എന്നാണ്. ഇത് മാറ്റി പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നീട് അങ്ങോട്ട് മാറ്റി കടലിനുള്ളിൽ എന്ന് പറയുകയാണ്. ഞാൻ ഒരു 2 മിനിറ്റ് വീഡിയോ കാണുക. അതിൽ പറയുന്നത് നിങ്ങൾ കാണൂ.
കണ്ടല്ലോ. ഇങ്ങനെ 100 തഫ്സീറുകളും അർത്ഥങ്ങളും എടുത്ത് പരിശോധിച്ചാലും അതിൽ ഒരിടത്ത് പോലും കടലിൻ്റെ ഉള്ളിലുള്ള തിരമാല എന്നല്ല, കടലിനെ പൊതിയുന്ന തിരമാല എന്ന് പറയുമ്പോൾ ഈ വ്യാഖ്യാതാക്കളുടെ ഈ വെപ്രാൾ ആരെ രക്ഷപ്പെടുത്താനാണ്? നിങ്ങൾക്കിത് രക്ഷപ്പെടുത്താനാവില്ല. വിശ്വാസത്തിൻ്റെ ബ്രെയിൻ സെറ്റ് നിലനിൽക്കുവോളം അത് ചോർന്നു പോകുന്ന കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിലേ ഡോൺ കിക്സോട്ടെ ഫീ എന്നാൽ ഇൻ എന്നാണ് അർത്ഥം, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ബഹ്റിൻ ലുജ്ജിയൻ എന്ന് പറഞ്ഞാൽ ആഴക്കടലിൽ എന്നാണ് അർത്ഥം, അല്ലാതെ ആഴക്കടലിനുള്ളിൽ എന്നർത്ഥമില്ല. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു വ്യാഖ്യാനിച്ചാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അതായത് ബഹ്റിൻ ലുജ്ജിയിൻ, ആഴക്കടൽ, അതിനെ തിരമാല പൊതിയുന്നു എന്നേ ഖുർആൻ അർത്ഥമാക്കുന്നുള്ളൂ. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്തു വേണം? ആഴക്കടലിൻ്റെ ഉള്ളിൽ എന്ന് വേണം. ഇല്ലാത്തത് കൊണ്ട് നിന്റെയൊക്കെ വാദഗതി നിലനിൽക്കില്ല അവസ്ഥാണ്. ഇനി ഖുർആന്റെ ഭാഷാപ്രയോഗം ഒന്നും പഠിക്കേണ്ട കാര്യമാണ്. അതായത് വ്യാഖ്യാനങ്ങൾ കൂടാതെ മനസ്സിലാക്കാനുള്ള പ്രയാസം, അപൂർണങ്ങളായ വാചകങ്ങൾ, വൈദേശിക പദങ്ങൾ, പരിചിതമല്ലാത്ത അറബി പദങ്ങൾ, സാധാരണ പ്രയോഗത്തില്ലാത്ത പദങ്ങൾ, അലിഫ് ലാം മീം ഒക്കെ, വിശേഷണങ്ങൾ, ക്രിയകൾ, ലിംഗം, വചനം തമ്മിൽ യോജിപ്പില്ലാത്തത്, വ്യാകരണ നിയമവുമായി പൊരുത്തപ്പെടാത്ത സർവനാമങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് ആ ഗ്രന്ഥം. അലിദാസ്തി വളരെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഖുർആനിലെ തെറ്റുകൾ, വ്യാകരണ തെറ്റുകൾ, പലർക്കും മനസ്സിലാകാത്ത പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആർക്കും മനസ്സിലാകുകയില്ല, പറയുന്നതോ എളുപ്പത്തിൽ മനസ്സിലാകും എന്നാണ്. അതായത് ഒരായത്തെടുത്ത് നമുക്ക് പരിശോധിച്ചു, ഉദ്ദേശത്തെ ധ്വനിപ്പിക്കാത്ത വാക്യങ്ങളാണ് അതിനകത്ത്. 24-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വചനം, ഭൗതിക ലാഭം തേടിക്കൊണ്ട് സ്വന്തം അടിമ സ്ത്രീകളെ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കാൻ പാടില്ല. ചാരിത്രവതികളായിരിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ ആ നിർബന്ധത്തിന് ശേഷം അള്ളാഹു അവർക്ക് മാപ്പരുളുന്നതും ദയാപരനുമാണ്. അതായത് അടിമസ്ത്രീയെ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. ഇനി അഥവാ നിർബന്ധിച്ചാൽ അള്ളാഹു മാപ്പരുളും എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ അപ്രസക്തമാകി പോകുന്നില്ലേ? നോക്കൂ, അതെന്താണ് പറയാൻ ഉദ്ദേശിച്ചതോ അതിന് നേർഘടകവിരുദ്ധമായ അവസാനം പറയും. അതായത് നിങ്ങൾ നിർബന്ധിക്കരുത്, അഥവാ നിങ്ങൾ നിർബന്ധിച്ചാൽ കുഴപ്പമില്ല, നിർബന്ധിച്ചോളൂ. പിന്നെ വേറൊരു കാര്യം, ചരിത്രവതികളായിരിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുമ്പോൾ, ഇല്ലെങ്കിലോ വേശ്യാവൃത്തി ചെയ്യാൻ തയ്യാറുള്ള ഒരു അടിമ സ്ത്രീയെ അതിലേക്ക് നിർബന്ധിക്കാൻ ഇയാൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഉദ്ദേശത്തെ, അതായത് സമ്മതം കൂടാതെ നിർബന്ധിക്കാൻ പാടില്ല. സമ്മതം ഉണ്ടെങ്കിൽ നിർബന്ധിക്കാമോ? വേശ്യാവൃത്തി മോശം, അങ്ങനെ സ്വയം പരിഹാസ്യമാകുന്ന വാക്കുകൾ കുത്തിത്തിരികപ്പെട്ട അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പോരായ്മയാണ്. എല്ലുള്ള കാലത്തേക്കും ഉള്ളതല്ലേ അല്ല എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ഇനി അറിയാത്ത ഖുറാനിൽ പദം ഊർന്നു വീഴില്ല എന്നാണ് അലിയാർ ഡോൺ കിക്സോട്ട് പറയുന്നത്. കളി വേണ്ട ഖുർആൻ 2:196 എടുത്ത് പരിശോധിച്ചാൽ ഊർന്നു വീഴും അലിയാരെ. 2:196. ബലി സാധ്യമല്ലെങ്കിലോ അപ്പോൾ 3 ഹജ്ജ് വേളയിലും 7 വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും ആയി 10 പൂർണ്ണമായും 10 ദിവസം നോമ്പുകൾ തികച്ച് അനുഷ്ഠിക്കേണ്ടതാണ്. അതായത് ഹജ്ജിന് പോകുമ്പോൾ ബലിയർപ്പിക്കാൻ ഒത്തില്ലെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആദ്യം 3 പിന്നീട് 7 എന്നിട്ട് വീണ്ടും എടുത്ത് പറയുകയാണ് 10 പൂർണ്ണമായ 10 ദിവസം കാമിലത്തൂൻ. എന്തിനാ ഈ പദം? അറിയാതെ ഊർന്നു വീണ.
7 3 10 പിന്നെ വീണ്ടും പൂർണ്ണമായ 10 എന്ന് പറയുന്നത് അനാവശ്യമായി പദങ്ങൾ ഊർന്നു വീഴുന്നതാണ് അലിയാരെ. നിങ്ങൾ ഖുർആൻ പണ്ഡിതനായിരിക്കാം, പക്ഷേ പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങൾക്ക് പാണ്ഡിത്യമുള്ള ആളുകൾ പറഞ്ഞതെടുത്ത് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കത്തക്ക രീതിയിൽ ഈ ഖുർആനോട് കളിച്ച ആളുകൾ, നന്നായി കളിച്ചു ജയിച്ച ആളുകൾ. പിന്നെ അദ്ദേഹം പറയുന്നത് ഫൗഖ്ഹി എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥം മാറ്റിയ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അർത്ഥമൊന്നും മാറ്റിയില്ല. പിറകെ തന്നെയാണ് എന്നല്ല, മുകളിൽ എന്നാണ്. പിറകെ എന്ന് ഇദ്ദേഹം പറയുന്നു, നമ്മൾ പറഞ്ഞതായിട്ട് ആരോപിക്കും. ഡീപ് സീ ഓവർവെൽംഡ് ബൈ എ വേവ് എബോവ് വിച്ച് there is a wave. ഒരു തിരമാല, അതിനു മുകളിൽ മറ്റൊരു തിരമാല. നമ്മൾ ഇതേ പറയുന്നുള്ളൂ, ഒരു തിരമാല അതിനു മുകളിൽ അതിനടിയിൽ തിരമാല എന്ന അർത്ഥമില്ല. മുകളിൽ തിരമാല, ഉപരിതലത്തിൽ തിരമാല, അതിന് മുകളിൽ തിരമാല. അല്ലെങ്കിൽ പിന്നെ അവന്റെ ഉപമ എങ്ങനെയാകുന്നു? ആഴമേറിയ കടലിലെ ഇരുട്ടുകൾ, അതായത് തിരകൾക്കുമേൽ തിരമാലകൾ വന്നു മൂടുന്നു. ഇതിനെ മാറ്റിപ്പറയുകയാണ് ഇദ്ദേഹം. ഒന്നിന് പിറകെ മറ്റൊന്നായി വരുന്നു എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന അലിയാരെ, നിങ്ങൾ ചതിയനാണ്, വഞ്ചകനാണ്. അതുകൊണ്ട് ഫൗക്ക എന്നതിന്റെ വാർത്താർത്ഥം മാറ്റിയത് ഞങ്ങളേ അല്ല. പിന്നെ ഈ വാക്കും പറഞ്ഞ് അലിയാര് കുറേ സമയം ഈ കുട്ടിയെ കുളിപ്പിച്ച് കൊല്ലുന്ന അവസ്ഥയാണ്. എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത മരമണ്ടൻ ഡോങ്കിക്സോട്ടാണ് ഈ അലിയാർ. കാരണം ഇദ്ദേഹം പറഞ്ഞു വാസ്തവത്തിൽ ഇത്തരക്കാരാണ് ഈ സമൂഹത്തെ അന്ധകാരത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം കിണിഞ്ഞു പരിശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. ഇവരെ വടിവെട്ടാൻ പോയി അന്ത്യം വരുത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, കേവലമായി ഒരു മനുഷ്യൻ നിലയ്ക്ക് ഈ സമൂഹത്തോട് കാണിക്കേണ്ട ബാധ്യത വഴിതെറ്റിക്കാൻ ഇവൻ്റെയൊക്കെ വയറ്റുപിഴപ്പാണെന്നേ. കള്ളനോടും കൊള്ളക്കാരനോടും മോഷ്ടിക്കണ്ട, കൊള്ള ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അവൻ ശീലിച്ചത് പാടും. പറയുന്നവനെ കൊള്ളയടിക്കുമെങ്കിൽ ഇവരൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സമൂഹം മാറും, ഇവർ അപ്രസക്തരാകും. അതായത് കാസിമി, അക്ബർ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കട്ടെ, അവരിതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. ഈ പറയുന്നതിൽ നിന്നും ചിന്തിക്കാൻ പ്രേരണയുള്ള മനസ്സുകൾ ഇതൊക്കെ കണ്ടെത്തും. അങ്ങനെ കേട്ടാണ് കേരളത്തിലെ ഞങ്ങളെപ്പോലുള്ള യുക്തിവാദികൾ, എക്സ് മുസ്ലിംസ് ഇതിൽ നിന്ന് പുറത്തു വന്നതെങ്കിൽ അലിയാരെ ഈ പണി നിർത്തണ്ട കേട്ടോ, തുടരൂ. ഞങ്ങൾ പറയുന്നതിനേക്കാളും പറഞ്ഞു കുളിപ്പിച്ച് കൊന്നും അപഹാസ്യരാകുന്ന നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ റിക്രൂട്ടിംഗ് ഏജന്റുകൾ എന്നുള്ളത്. എല്ലാവരും ആഞ്ഞു പിടിച്ചിരിക്കുന്നത് ഉപരിതലത്തിൽ എന്നാണ്. അടിത്തട്ടിലെ തിരമാലകളല്ല, ഉപരിതലത്തിലെ എല്ലാവരും ആഞ്ഞു പിടിച്ചിരിക്കുന്നു എന്നാണ്. അത് യുക്തിവാദികളും മറ്റുള്ളവരും, ജബ്ബാറും മറ്റുള്ളവരും. എൻ്റെ പ്രിയ ഉസ്താദെ, തഫ്സീർ പ്രൊഫസർമാരുണ്ടല്ലോ കുറേ എണ്ണം, നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച 100 കണക്കിന് തഫ്സീർ പ്രൊഫസർമാരാണ് ഇത് ആഞ്ഞു പിടിച്ചിരിക്കുന്നത്, ഞങ്ങളല്ല. യാഥാർത്ഥ്യം അതാണ്. ഇരുട്ടുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ പല ഇരുട്ടുകൾ ഉണ്ട് എന്നാണ്. പല ഇരുട്ടുകളുണ്ട്, പക്ഷെ ഇരുട്ടുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശരിയാകുമോ? ഖുർആൻ ഏകവചനത്തിന് പകരം പല സ്ഥലത്തും ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാകരണ തെറ്റുകളുടെ ഒരു ഹിമാലയൻ കൂമ്പാരം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏകവചനം ഉപയോഗിക്കുന്നതിന് പകരം ബഹുവചനം ഉപയോഗിക്കും. സമയക്കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സംശയമുള്ളവർക്ക് കമന്റ് ബോക്സിൽ വന്നാൽ പറഞ്ഞു തരാം. അലിയാർ ചോദിക്കുന്നു, 100 മീറ്ററിന് താഴെ പോകാൻ യുക്തിവാദികൾക്ക് കഴിയുമോ? ആർക്കും കഴിയില്ല. അങ്ങനെ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആഴക്കടലിലെ ഇരുട്ടുകളിൽ പോയാൽ എങ്ങനെയാണ് കൈ പൊക്കുക? തല പൊങ്ങില്ലല്ലോ എൻ്റെ ഉസ്താദേ.
പിന്നെയല്ലേ കൈപോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഉപരിതലത്തിലെ ഇരുട്ടുകൾ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? പിടികിട്ടുകയല്ല, പിടികിട്ടിയാലും പിടികിട്ടിയായിട്ട് പിടികിട്ടാത്തതായിട്ട് അഭിനയിക്കും ഈ കോമരങ്ങൾ, ഈ ഡോങ്കിക്സോട്ടന്മാർ, സാങ്കോപ്പൻസകളെ കൂട്ടുപിടിച്ചുകൊണ്ട്. ഇനി മനുഷ്യത്വത്തിന് കണിക ഉള്ളവർ ഇവരെ യുക്തിവാദികൾ എന്ന് വിളിക്കണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ യുക്തിവാദികൾ എന്ന് വിളിക്കരുത്. കാരണം നിങ്ങളുടെ ഗ്രന്ഥം പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെങ്കിൽ, മനുഷ്യത്വ വിരുദ്ധതയാണ് അതിൻ്റെ മുഖമുദ്രയെങ്കിൽ, ഓരോ വാക്കിലും അന്യനെക്കുറിച്ചുള്ള നീരസം നീറിപ്പുകയുന്ന ഒരു ഗ്രന്ഥത്തിലെ വക്താക്കൾ ഞങ്ങളെ നോക്കി യുക്തിവാദികളെന്ന് വിളിക്കണ്ട. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. കാരണം മനുഷ്യത്വത്തിൻ്റെ കണിക നിങ്ങളുടെ 80 അയലത്തുകൂടി പോലും പോയിട്ടില്ല എന്നുള്ളത്. ലോകത്തെ വഞ്ചിക്കുന്നവർ ഞങ്ങൾ, അതായത് സത്യം പറയുന്ന ഞങ്ങൾ മറഞ്ഞിരിക്കുന്നതിൽ വിശ്വസിക്കണം, കുതിരയ്ക്ക് ചിറകം മുളയ്ക്കുന്നത് വിശ്വസിക്കണം, ചന്ദ്രനെ 2ആയി പിളർത്തുന്നതിനെ വിശ്വസിക്കണം. അങ്ങനെ പലതും വിശ്വസിക്കേണ്ട നിങ്ങൾ ലോകത്തെ വഞ്ചിക്കുന്നവരെയല്ല. ഇതൊക്കെ വെറും കളവാണ്, ഉഡായിപ്പാണെന്ന് പറയുന്ന ഞങ്ങളാണ് വഞ്ചകരെങ്കിൽ ആ വഞ്ചന എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ നിന്ന്, അലിയാരിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളയേണ്ട സമയം ആയിരിക്കുന്നു. നിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ആരുടെയൊക്കെ? അയാൾ ഇങ്ങനെ ബൾസിക്കുകയാണെന്നേ. ആ വീഡിയോ മുഴുക്ക യുക്തിവാദികളെ ബൾസിച്ച് അരിശം തീരാതെ പുരയ്ക്ക് ചുറ്റും മണ്ടുന്ന ഒരു അലിയാര് ഡോങ്കിക്സോട്ടിനെയാണ് ആ വീഡിയോയിൽ എനിക്ക് കഴിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞത്. ശരിയാണ്, ഞങ്ങളെ അല്ല, നിങ്ങളെ. നിങ്ങളുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ, മുൻ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു വരുന്നു എന്ന എന്താ പറയുക കരച്ചിൽ ആരാണ് നടത്തുന്നത്? ഞങ്ങളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് വിഷയമേ ഇല്ല. ഇവിടെ ആൾക്കൂട്ടം ഞങ്ങൾക്കൊരു വിഷയമേ ഇല്ല. സത്യം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കൂട്ടെ, മനസ്സിലായില്ലെങ്കിൽ വേണ്ട എന്ന് കരുതുന്നവരാണ്. ഈ ആളക്കൂട്ടൽ പരിപാടി ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല ഉസ്താദേ. അപ്പാരറ്റസിന്റെ സഹായത്തോടു കൂടി കടലിൽ പോയി കൈപൊക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഏതപ്പാരറ്റസ്? ഒരു സൈക്കിള് പോലും ഉണ്ടായിരുന്നു. എന്തിന്? ഈ പറഞ്ഞ ഗ്രന്ഥത്തെ ഒന്ന് രേഖപ്പെടുത്തി വെക്കാനുള്ള സാമാന്യ കേവല ജ്ഞാനം പോലുമില്ലാത്ത കാലഘട്ടത്തിൽ അത് അപ്പാരറ്റസ് ധരിച്ചുകൊണ്ട് വിഡ്ഢി മനുഷ്യ, ഇതൊക്കെ പറയാൻ നാണമില്ലേ? ഇതൊക്കെ റെക്കോർഡായി കിടക്കുന്നതല്ലേ? ഒരു സൈക്കിളില്ല. ഇനി അന്നത്തെ ആരെയെങ്കിലും ഒരു പേപ്പട്ടി കടിച്ചിരുന്നുവെങ്കിലോ? ലൂയി പാസ്റ്റർ പിന്നീടാണ് വന്നത്, പലരും രക്ഷിച്ചത്. പേപ്പട്ടി കടിക്കാത്തത് ഭാഗ്യമെന്ന് പറയാം. എന്നിട്ടാണ് അപ്പാരറ്റസ് ചിരിക്കാതെ എന്തു പറയാൻ? ഓരോ കാലഘട്ടത്തിലും മനസ്സിലാക്കാൻ പാകത്തിലാണ് ഖുർആൻ. അതായത് പറഞ്ഞു വച്ചിട്ടുണ്ട്, പിന്നീടേ മനസ്സിലാകുമെന്നാണ്. ഇപ്പം മനസ്സിലാകാതെ പോയവരാണ്. ഇപ്പം വസൂരിക്കും മരുന്ന് കണ്ടുപിടിച്ചു. അതുവരെ വസൂരി വന്ന് മരിച്ചു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. ഒരു കാര്യം അറിയാമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ് അതിന് കീഴിൽ ദുരിതം അനുഭവിക്കുന്നവരെ കൂടെ കാരുണ്യവാനായ ഒരു ദൈവത്തിനെ രക്ഷിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കാലഘട്ടം അനുസരിച്ചല്ല മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ബാങ്ക് ബാലൻസ് കുറയില്ലല്ലോ. പിന്നെന്താ ഈ പിടിച്ചു വെക്കുന്നത്? ഇല്ല എന്നതിൻ്റെ തെളിവാണ്. ഓരോ ആയത്തിലും അള്ളാഹു ഉണ്ടെന്നറിയാം. ഞാനിതങ്ങ് എടുക്കുക. നമുക്ക് ഓരോ ആയത്തെടുത്ത് പരിശോധിച്ച്, നിങ്ങൾ പറയുന്ന ഓരോ ആയത്തെടുത്ത് പരിശോധിച്ച് അള്ളാഹു ഇല്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം. വീഡിയോയിലൂടെ, യൂട്യൂബിലൂടെ. തയ്യാറുണ്ടോ ഉസ്താദെ, അലിയാരെ, ഡോങ്കിക്സോട്ടെ? സാധ്യമല്ല, നടക്കില്ല. കാരണം
സത്യം പകൽ പോലെ വെളിച്ചമായിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ്, കാൽക്കിൽ നിന്ന് മണ്ണൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അന്ത്യം. ഭ്രാന്തൻ എന്നുള്ള ഈ ജൽപ്പനങ്ങളുടെ പുറകെയാണെങ്കിൽ ഖുർആൻ വായിക്കൂ, അർത്ഥം മനസ്സിലാക്കി വായിക്കൂ. യുക്തിവാദിയാകാൻ സാധിക്കും, നിരീശ്വരവാദിയാകാൻ സാധിക്കും. അല്ലാഹ് ഇല്ല എന്നത് തെളിയിക്കാൻ നിയുക്തമായ ഏറ്റവും മഹത്തായ പരിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ. അതിൻ്റെ ഓരോ വരികളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചാൽ അതിനകത്ത് ദൃഷ്ടാന്തമുണ്ട്. അത് പറഞ്ഞത് ഇക്കാര്യത്തിൽ 100% ശരിയാണ്. ഇല്ല എന്ന് തെളിയിക്കാൻ അത് മാത്രം. അന്നത്തെ അറബികൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ് പറഞ്ഞിട്ടുണ്ടത് എന്ന് ഇദ്ദേഹം തട്ടിവിടുന്നു. അതായത് ഒന്നിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കില്ല അലിയാരെ. ഇയാൾ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നബിക്ക് ബിഗ് ബാങ് അറിയാം, അതറിയാം, ഇതറിയാം, പിന്നെ കടലിനകത്ത്, ആഴക്കടലിനകത്ത് ഇരുട്ടുണ്ട് എന്ന് ഈ ബിഗ് ബാങ് അറിയാവുന്ന ആൾക്ക് അറിയില്ല എന്ന്. അന്നത്തെ അറബിയല്ലേ നബി? അതാ ഇന്നത്തെ അറബിയാണ്, എല്ലാ കാലത്തേക്കുമുള്ള അറബിയാണ്. അയാൾക്കറിയാമല്ലോ. അപ്പൊ ഒരാൾക്കെങ്കിലും അറിയാമല്ലോ. ബിഗ് ബാങ് അറിയാവുന്ന നബിക്ക് ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നറിയില്ല എന്ന് പറയുന്ന ഈ ഡോങ്കി ക്വിക്സോട്ട് ചാർവാലിക് റൊമാൻസസിൽ അടിമപ്പെട്ടുകൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ട് ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുമ്പോൾ ചികിത്സയൊന്നും ഫലിക്കില്ല. സ്വയം നന്നാകാൻ തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും മുസ്ലിം ആക്കിയിട്ടേ അടം. അത് നിങ്ങളുടെ പണിയാണ്, നടക്കില്ല. കാരണം നിങ്ങളുടെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. അങ്ങനെ അള്ളാഹുവിന് ഉദ്ദേശമില്ലെങ്കിൽ യുക്തിവാദികൾ വിചാരിച്ചാൽ നടക്കുമോ? അപ്പൊ യുക്തിവാദികൾ അള്ളാഹുവിനെക്കാളും കഴിവുള്ളവരാണെന്നാണ് അലിയാർ ഉസ്താദ് ഈ വാക്കിലൂടെ പറയുന്നത്. നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും മുസ്ലിം ആക്കിയിട്ടേ അടം. അതാണ് ഞാൻ പറഞ്ഞത്. പറയുന്ന വാക്കുകളുടെ അർത്ഥം അറിയാത്ത സാങ്കല്പ ലോകത്ത് ജീവിക്കുന്ന മരമണ്ടൻ ഡോങ്കിക്സോട്ടാണ് ഈ അലിയാർ. അള്ളാഹു വിചാരിച്ച നടക്കുകയല്ല, അള്ളാഹു വിചാരിച്ചിട്ടുണ്ട് നടത്താൻ പാടില്ലെന്ന്. പക്ഷെ യുക്തിവാദം വിചാരിച്ച നടക്കും. അപ്പൊ ആർക്കാ കഴിവ്? സങ്കല്പമാണേ, യാഥാർത്ഥ്യമല്ല. മനസ്സിലാക്കൂ, ചിന്തിക്കൂ, ചിന്തിക്കൂ, ചിന്തിക്കൂ. നിങ്ങളാണ് പലവട്ടം ഈ റഹ്മത്തുള്ള ഉസ്താദ് കാസബി എപ്പോഴും പറയും, ചിന്തിക്കൂ, ചിന്തിക്കൂ. എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ? ചിന്തിക്കുന്ന വാക്കിന്റെ അർത്ഥം ആ അനുയായികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം അവിടെ ഇരിക്കില്ല. ഈ ഖുർആന്റെ ഓരോ വാക്യങ്ങൾ എടുത്ത് നിങ്ങൾ ചിന്തിക്കൂ. ഉപരിക്കടൽ എവിടെയാ മേഘം ജബ്ബാറേ? ഇത് ജബ്ബാറല്ല പറഞ്ഞത്, ജല്ല ജലാനുവാത്താലോട് ചോദിക്കൂ. അദ്ദേഹമാണ് പറഞ്ഞത് ഉപരിക്കടലിന് മുകളിൽ മേഘമുണ്ട്, അതിന് മുകളിൽ മേഘം. അതിന് മുകളിൽ എന്ന് പറയുമ്പോൾ ഉപരിതല കടലിന് മുകളിൽ നിന്ന്. ഈ ജബ്ബാറിനെ വിളിച്ച് ഇതിൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അലിയാരെ. ഇനി അവസാനം വലിയൊരു തമാശ പറഞ്ഞ് അദ്ദേഹം നിർത്തുന്നുണ്ട്. ആകാശത്തെ ഉയർത്തിയവൻ അള്ളാഹു, അള്ളാഹു ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ആകാശത്തെ ഉയർത്തിയവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ളവർ പരിഹസിക്കുകയല്ല, പരിഹസിച്ചു തള്ളും, മുഖവിലക്കെടുക്കുകയല്ല. ഇതിൽ ചിന്തിക്കാൻ പറഞ്ഞത് ഉയർത്തുക, ആകാശത്ത് ഇല്ലാത്ത ഒന്നിനെ ഉയർത്തുക, 7 തൂണിൽ ഉയർത്തി നിർത്തിയിട്ട് എന്നാ പറയാനെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്കെടുത്ത് പരിശോധിക്കൂ. നിങ്ങൾ കാണാത്ത തൂണുകളിൽ ആകാശത്തെ ഉയർത്തിയവനാണ് അല്ലാഹു. ശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ ഉയർത്തും? ഇനി മറ്റുള്ള ഗ്രഹങ്ങളും പ്രപഞ്ചവും അതൊക്കെ ആകാശങ്ങളാണ്. ഖുർആൻ അതിനെക്കുറിച്ച് അറിയാം. പ്രപഞ്ചമെന്നൊരു വാക്ക്, ആകാശവും ഭൂമിയും കണ്ടത്, കണ്ണുകൊണ്ട് കണ്ടത് 1400 വർഷം. അതിനു മുമ്പ് പല മഹാന്മാരും പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ചെവിയിലെത്തില്ല പകർത്തിയെഴുതാൻ, ചെവിയിലെത്തിയില്ല പകർത്തെഴുതാൻ.
അപഹാസ്യം, പരിഹാസ്യത, ഡോങ്കിക്സോട്ട് തനം. കൂടുതലൊന്നും പറയുന്നത് ഒരു വാക്കുകൂടെ പറഞ്ഞു തന്നിട്ട് കണ്ടുപിടിക്കുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നല്ലവനെ കാണുമ്പോൾ ഞങ്ങൾ അച്ഛ എന്ന് വിളിക്കും, കാണുന്നവരെ കണ്ടവനച്ഛ. അതായത് എളുപ്പത്തിൽ മനസ്സിലാകും എന്ന് പറഞ്ഞ കാര്യമാണ്. കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ പറയാതെ പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഉള്ളവർക്ക് അതിൻ്റെ കാര്യം എന്താണ്, സാങ്കത്യം എന്താണ്. 2050 റോബോട്ടിക് മനുഷ്യന്റെ തലച്ചോറിനെ കീഴടക്കുമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തുമായിരിക്കാം. അത് ഇപ്പൊ പറഞ്ഞ് അത് വലിയ ഉത്കൃഷ്ടമെന്ന് പറഞ്ഞാൽ ഇതിന്റെ സാങ്കത്യം എന്താണ്? അങ്ങനെ ഒരു കഴിവ് മനുഷ്യന് കൊടുക്കാൻ സാധിക്കുന്നത് ഇപ്പോഴേ കൊടുത്ത് അതിൻ്റെ ഗുണഗണങ്ങൾ മനുഷ്യർ അനുഭവിച്ചാൽ അള്ളാഹുവിൻ്റെ ബാങ്ക് ബാലൻസ് കുറയില്ല എന്നിരിക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ ഡോങ്കിക്സോട്ടന്മാരാണ്. സാങ്കോപെൻസമാർ ചുറ്റുമുണ്ട് കൈയടിച്ചു കൊടുക്കാൻ. ചർവാലിക് റൊമാൻസസിൽ മുഴുകി ജീവിക്കുന്ന ലോകത്തെ മറന്ന് ജൽപ്പനങ്ങൾ കൊണ്ട് കളവുകളെ സത്യങ്ങളാക്കി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിലൂടെ അവർക്ക് സുഖിക്കാൻ, ജീവിക്കാൻ, ഇന്നോവയിൽ കയറാൻ, AC ഉപയോഗിക്കാനുള്ള സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബോധം വന്നാൽ പോലും ഈ കള്ളന്മാർ ആ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും, പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഉദര നിമിത്തം ബഹുകൃത വേഷം ഡോങ്കിക്സോട്ട്. അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.